ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. എല്ലാ ഭക്തജനങ്ങൾക്കും സ്വാഗതം. പള്ളിയുടെ വിനീതമായ നമസ്കാരം. നമുക്ക് ഇന്നത്തെ ശ്രീമദ് ഭാഗവതം ചർച്ച ആരംഭിക്കാം. ഭക്തരെല്ലാവരും ലൈവിൽ വരുന്നവരെ നമുക്കൊരു കീർത്തനം പാടാം. ജയ രാഘവ ജയ കുഞ്ച വിഹാരി ജയ രാഘവ ജയ കുഞ്ച വിഹാരി ജയ ഗോപി ജനവല്ലഭ ജയ ഗിരിവരധാരി ജയ ഗിരിവരധാരി ജയ ഗോപി ജനവല്ലഭ ജയ ഗിരിവരധാരി ജയ ഗിരിവരധാരി യശോദാനന്ദന ജയ ഗജ ജഗദഞ്ജന ജയ യശോദാനന്ദന ജയ ഗജ ജഗദഞ്ജന ജയ യമുനാതിരവനചാരി ജയ കുഞ്ചവിഹാരി ജയ യമുനാതിരവനചാരി ജയ കുഞ്ചവിഹാരി ഹരി കൃഷ്ണ 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 ഹരി ഹരി ഹരേ രാമ 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 ഹരി ഹരി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതി ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികീ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഓമജ്ഞാനതിമിരന്ധസ്യ ജ്ഞാനാഞ്ജനശ്ലാഘായ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീഗുരുവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകദാമह्यं ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരാം ശ്രീയുതാപദകമലം ശ്രീഗുരും വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗരജാതം സഗണരഘുനാഥം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനാസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാ കൃഷ്ണപാദാൻ സഹഗണലളിത ശ്രീവിശാഖാന്വിതംശ്ച. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ജയപതാകസ്വാമിനിതി നാമിനേ. നമാചാര്യപാദായ മിതായ കൃപപ്രദായിനേ ഗൗരകഥാദാമോദരായ നഗരഗ്രാമകാരിണേ. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്തസ്വാമിനിതി നാമിനേ. നമസ്തേ സാരസ്വതീ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷശൂന്യവാദി പാശ്ചാത്യദേശകാരിണേ. ഓം വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിസിദ്ധാന്ത സരസ്വതീ നാമിനേ. ശ്രീഭാഷവാനവീ ദേവി ദൈതായി കൃപാബ്ദി കൃഷ്ണസമ്പർക്ക വിജ്ഞാനദായിനി ഭഗവേ മാധുര്യോജ്വല പ്രേമാഢ്യ ശ്രീരൂപാനിധ ഭക്തിദ ശ്രീഗൗരകരുണാശക്തി വിഗ്രഹായ നമോസ്തുതേ. നമസ്തേ ഗൗരവാണി ശ്രീമൂർത്തേ ദീനതാരിണേ യോമാനിധവിരതപസിദ്ധാന്തദ്വന്ദ്വഹാരിണേ. നമോ ഗൗരകിശോരായ സാക്ഷാത് വൈരാഗ്യമൂർത്തയേ വിപ്രലംബരസാംബോധേ പാദാംബുജായിതേ നമഃ. നമോ ഭക്തിവിനോദായ സച്ചിദാനന്ദനാമിനേ ഗൗരശക്തിസ്വരൂപായ രൂപാനുഗമനായതേ. ഗൗരാവിർഭാവഭൂതേ സ്തം നിർദ്ദിഷ്ട സജ്ജനപ്രിയ വൈഷ്ണവ സർവഭൗമ ശ്രീജഗന്നാഥായ തേ നമഃ. नमो महावदन्याय कृष्णप्रेमप्रदायिते कृष्णाय कृष्णचैतन्य नामिने गौरकृष्णे पंचतत्त्वात्मकं कृष्णं भक्तरूपस्वरूपकं भक्तावतारं भक्ताख्यं नमामि भक्तशक्तिः.
हे कृष्णा करुणा सिन्धो दीनबन्धो जगत्पते गोपेश गोपिका राधाकान्ता नमोऽस्तुते। जयतां सुरतौ पङ्गोर्मम मन्दमतेर्गतिमुत्सर्गस्वपादाम्बुजो राधामदनमोहनो दिव्यवृन्दारण्यकल्पद्रुमद श्रीमद्रत्नागारसिंहासनस्थो श्रीमद्राधा श्रीलगोविन्ददेवो पृष्ठानभिसेव्यमानो स्मरामि श्रीमन्दासरसारम्भी वंशीपटत्तरस्थितां दर्शन वेणुस्वनैर्गोपीर्गोपीनाथश्रीस्तिनः तप्तकाञ्चन गौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। जय श्रीकृष्ण चैतन्य प्रभु नित्यानन्द श्री अद्वैत गदाधर श्रीवासदि गौरभक्तवृन्द। हरे कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे हरे। मूकं करोति वाचालं पङ्गुं लङ्घयते गिरिं यत्कृपातमहं वन्दे श्रीगुरुं दीनतारिणं परमानन्दमाधवं ശ്രീചൈതന്യമീശ്വരം ഹരി ഓം തത്സത്. ഹരേ കൃഷ്ണ. നമുക്ക് സത്സംഗത്തിലേക്ക് കടക്കാം. മൂന്നാമത്തെ സ്കന്ധത്തിലാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. മൂന്നാമത്തെ സ്കന്ധത്തിലെ 9ാമത്തെ അധ്യായം ബ്രഹ്മദേവൻ ഭഗവാനെ സ്തുതിക്കുന്നതും അതിനുശേഷം ഭഗവാൻ ബ്രഹ്മദേവനോട് സംസാരിക്കുകയാണ്. ഭഗവാൻ പറയുകയാണ്, സൃഷ്ടിക്ക് വേണ്ടിയുള്ള എല്ലാ അനുഗ്രഹങ്ങളും നിൻ്റെ ഉള്ളിൽ ഞാൻ നൽകിയിട്ടുണ്ട്. പക്ഷെ നിൻ്റെ അജ്ഞാനത്താലാണ് നിനക്കത് മനസ്സിലാവാത്തത്. അതുകൊണ്ട് എന്ത് ചെയ്യുക? തപസ് ചെയ്യുക എന്നാണ് പറഞ്ഞത്. തപസ് ചെയ്യുന്നതിലൂടെ എന്താവും? എൻ്റെ കാരുണ്യം നിനക്ക് ലഭിക്കും. അതിലൂടെ എല്ലാം നിൻ്റെ ഹൃദയത്തിൽ തെളിഞ്ഞ് വരും എന്നാണ് പറയുന്നത്. 31ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞു, സർവചരാചരങ്ങളിലും ഞാൻ നിൽക്കുന്നതായിട്ട് നിനക്ക് മനസ്സിലാവും. എല്ലാം എന്നിലാണെന്നും നിനക്ക് മനസ്സിലാവും. അപ്പോഴാണ് നീ യഥാർത്ഥത്തിൽ മനസ്സിലാക്കുന്നത്. അടുത്ത 32ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നു, എങ്ങനെയാണോ അഗ്നി ഒരു വിറക്, ഒരു മരക്കഷ്ണത്തിൻ്റെ ഉള്ളിൽ അഗ്നി എപ്പോഴും ഉള്ളത്, അതേപോലെ എല്ലാ ജീവജാലങ്ങളുടെ ഉള്ളിലും ഞാനുണ്ട്. ഒരു മരക്കഷ്ണത്തിൻ്റെ ഉള്ളിൽ അഗ്നിയുണ്ട്, പക്ഷെ നമുക്കത് അറിയാൻ കഴിയില്ല, അല്ലേ? പുറത്തുനിന്ന് അഗ്നിയായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു സാഹചര്യം വരുമ്പോഴാണ്, ആ വിറകിന് തീ കത്തുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഈ വിറകിൻ്റെ ഉള്ളിലും അഗ്നി ഉണ്ടെന്ന്. ഇത് ഒരു ശരിയായിട്ടുള്ളൊരു ഉദാഹരണം ആയിരിക്കത്തില്ല, പക്ഷേ അത് നമുക്ക് മനസ്സിലാകാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ വളരെ സമാധാനമായിട്ട് നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് പൊതുവേ വിറക് നമ്മൾ ഉപയോഗിക്കുന്നത് തീ കത്തിക്കാൻ വേണ്ടിയാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, ആ വിറക് തന്നെയാണ് ഒരു ഇന്ധനമാണ്, ഒരു ഫ്യൂളാണ് തീ കത്തിക്കാൻ വേണ്ടി. അന്നേരം എപ്പോഴും അതിൻ്റെ അകത്ത് തീ ഉണ്ടെന്നുള്ളതാണ്. അന്നേരം പുറത്തുനിന്നൊരു തീയും കൂടെ, ഒരു സ്പാർക്ക് ലഭിച്ചു കഴിഞ്ഞാൽ അന്നേരം ആ വിറകിൻ്റെ ഉള്ളിലുള്ള തീയും കൂടെ ആളിക്കത്തും. അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അന്നേരം ആ വിറകെന്ന് പറയുന്ന ഒരു ഇന്ധനമാണ് തീ കത്താൻ വേണ്ടിയുള്ളത്. അന്നേരം അതേപോലെ നമുക്ക് പുറത്തുനിന്ന് നോക്കുമ്പോൾ വിറകിൻ്റെ ഉള്ളിൽ തീയെ കാണാൻ കഴിയില്ല, പക്ഷെ അത് തീ എപ്പോഴും ഉണ്ടെന്നുള്ളതാണ്. അന്നേരം അതേപോലെയാണ് ഇപ്പോൾ പെട്രോൾ, ഡീസൽ അങ്ങനെയുള്ള വസ്തുവകകളൊക്കെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ അഗ്നിയെ കാണാൻ, അതിൻ്റെ ഉള്ളിലും അഗ്നിയുണ്ട്. പുറത്തുനിന്ന് ചെറിയൊരു സ്പാർക്ക് മതി അകത്ത് അഗ്നിയെ ആളി കത്തിക്കാൻ. അതേപോലെ സർവ്വചരാചരങ്ങളിലും ഭഗവാൻ നിറഞ്ഞു നിൽക്കുകയാണ്, പക്ഷെ നമുക്ക് പൊതുവെ കാണാൻ കഴിയില്ല. പെട്രോള് നോക്കുമ്പോഴും അല്ലെങ്കിൽ ഒരു ഗ്യാസ്, ഒരു സിലിണ്ടർ കാണുമ്പോഴും നമുക്ക് അഗ്നിയെ കാണാൻ കഴിയില്ല, അതിൽ അഗ്നി ഉള്ളതായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. പക്ഷെ അത് ഒരു ഇന്ധനമാണ്. ഏതൊരു കാര്യവും അഗ്നിയെ കത്തിക്കാൻ വേണ്ടി ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നോ അതിലെല്ലാം അഗ്നിയുണ്ട്. അതുകൊണ്ടാണല്ലോ അത് നമുക്ക് അഗ്നിക്ക് ഇന്ധനമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത്. അതേപോലെ തന്നെ സർവചരാചരങ്ങളിലും ഭഗവാൻ നിറഞ്ഞു നിൽക്കുന്നുണ്ട്, പക്ഷെ നമുക്ക് അറിയാൻ കഴിയില്ല. പക്ഷേ ഭഗവാനെ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു സാഹചര്യം വരുമ്പോൾ, അതായത് നമ്മുടെ ഹൃദയം കുറച്ചും കൂടെ എളിമത്വം ഉണ്ടായിരിക്കും, ഗുരുത്വം ഉണ്ടായിരിക്കും. ഗുരുത്വം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗുരുത്വം ഇല്ലാത്തവർക്ക് ഈശ്വരനെ ഒരിക്കലും തിരിച്ചറിയാൻ കഴിയില്ല. ഈശ്വരനോടും ഗുരു പരമ്പരയോടും നമുക്കൊരു നന്ദി കൂറ് വേണം.
കൃതജ്ഞത വേണം. പക്ഷെ നമ്മുടെ എല്ലാവരുടെയും സ്വഭാവം ഈ മൂഷികൻ്റെ സ്വഭാവമാണ്. മൂഷികൻ്റെ കഥ എല്ലാവർക്കും അറിയാമോ? ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ശ്രീല പ്രഭുപാദ്ജി പറയുന്നൊരു കഥയാണ്. അതായത് ഒരു പെരിച്ചാഴി എലിയുടെ വലിയ ശല്യം കാരണം പേടിച്ച് ഒരു സ്വാമിയുടെ അടുത്ത് എത്തുകയാണ്, ഒരു ഋഷിയുടെ അടുത്ത് എത്തുകയാണ്. ഋഷിയുടെ അടുത്ത് പറയും, പെരിച്ചാഴി പറയുകയാണ്, എന്നെ സഹായിക്കണം, എന്നെ രക്ഷിക്കണം. അപ്പോൾ ഋഷി പറയും, എന്താ പ്രശ്നം എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഒരു പൂച്ച എന്നെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അന്നേരം ഋഷി പറഞ്ഞു, നീ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുക, അതാണ് നിന്റെ വിധി. നിന്റെ കഴിവുകൾ ഉപയോഗിച്ച് നീ ആ പൂച്ചയിൽ നിന്ന് രക്ഷപ്പെടുക. അതും പറഞ്ഞ്, അങ്ങനെ പറയരുത്, എന്നെ ഒരു പൂച്ചയാക്കണമെന്ന്. അങ്ങനെ വീണ്ടും വീണ്ടും നിർബന്ധിപ്പിച്ചപ്പോൾ ഋഷി പെരിച്ചാഴിയെ ഒരു പൂച്ചയാക്കുക. എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്നുണ്ടോ? കമൻസിലിടും. അങ്ങനെ പൂച്ചയാക്കിയതിന് ശേഷം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും പൂച്ച വന്നിട്ട് മഹർഷി അടുത്ത് വന്നിട്ട് പറയുകയാണ്, മഹർഷി, വീണ്ടും ഒരു പ്രശ്നമുണ്ട്. എന്താണ് പ്രശ്നം? അല്ല, ഇപ്പോൾ ഒരു പട്ടി എന്നെ വല്ലാതെ ശല്യപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് മഹർഷി പറയും, ഇത് നിന്റെ വിധിയാണ്, നീ ഇത് എങ്ങനെയെങ്കിലും സഹിച്ച് മുന്നോട്ട് പോകുക എന്ന് പറഞ്ഞു. അപ്പോൾ പൂച്ചയായ പെരിച്ചാഴി പറഞ്ഞു, അത് പറ്റത്തില്ല, എന്നെ ഒരു പട്ടിയാക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ പൂച്ചയെ ഒരു പട്ടിയാക്കി. അന്നേരം പെരിച്ചാഴിയിൽ നിന്ന് പട്ടിയായി. ഇനി പട്ടിയായതിനു ശേഷം ഇത് എല്ലാ ദിവസവും നമ്മൾ ഇത് ഓർക്കേണ്ട കഥയാണ്. ഞാൻ ഉൾപ്പെടെ നമ്മൾ എല്ലാവരും എല്ലാ ദിവസവും ഓർക്കേണ്ട കഥയാണ്. അല്ലെങ്കിൽ നമ്മൾ വന്ന വഴി മറന്നുപോകും. അന്നേരം പട്ടിയായതിനു ശേഷം പൂച്ചയെ പിന്നെ പട്ടിയാക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ പട്ടിയായതിനു ശേഷം വീണ്ടും ശല്യമായി. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും മഹർഷി എടുത്ത് വന്നിട്ട് പറഞ്ഞു, ഒരു ചെന്നായ്ക്കൾ എന്നെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു, എന്നെ ഒരു ചെന്നായയാക്കണം. അന്നേരം മഹർഷി പറഞ്ഞു, ഇത് നിന്റെ വിധിയാണ്, നീ അത് സഹിച്ചേ പറ്റൂ. പക്ഷെ വീണ്ടും കേൾക്കുന്നില്ല. അവസാനം വീണ്ടും പറഞ്ഞു, ചെന്നായി ആക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ചെന്നായി ആക്കിയതിന് ശേഷം പറഞ്ഞു, പുലികളെല്ലാം എന്നെ ശല്യപ്പെടുത്തുന്നു, എന്നെ ഒരു പുലിയാക്കാൻ പറ്റുമോ? അങ്ങനെ കുറച്ച് നേരത്തേക്ക് പിന്നെ മഹർഷിയെ നിർബന്ധിച്ചപ്പോൾ മഹർഷി എന്ത് ചെയ്തു, ആ എന്താ പറയുന്നത്, ചെന്നൈയിൽ നിന്ന് ആ പെരിച്ചാഴിയെ ഒരു പുലിയാക്കി മാറ്റി. പുലിയാക്കി കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പുലി ഇങ്ങനെ ഗർജിച്ച് ഋഷിയുടെ അടുത്തോട്ട് വരികയാണ്. അപ്പോൾ ഋഷി പറഞ്ഞു, എന്തു പറ്റി? എനിക്ക് നന്നായി വിശക്കുന്നു, എനിക്ക് കഴിക്കാനൊന്നും കിട്ടിയില്ല, ഞാൻ അങ്ങേ തന്നെ കഴിച്ചോട്ടെ എന്നാണ് ചോദിച്ചത്. അന്നേരത്തേക്ക് ഉടനെ മഹർഷി വീണ്ടും പറഞ്ഞു, പുനഃമൂഷികധവ, നീ പെരിച്ചാഴിയായിട്ട് ഇരിക്കുന്നത് തന്നെയാണ് നിനക്കും എല്ലാവർക്കും നല്ലത് എന്ന് പറഞ്ഞിട്ട് വീണ്ടും പെരിച്ചാഴി. അന്നേരം നമ്മളെല്ലാവരും ഇതേപോലെയാണ്. നമ്മൾ ഭക്തിയിൽ വന്നിരിക്കുന്നത് ഭഗവാന്റെയും ഗുരുപരമ്പരയുടെ അനുഗ്രഹത്താലാണ്. അതുകൊണ്ട് നമ്മൾ അതൊരിക്കലും മറന്നു പോകരുത് എന്ന് നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വന്ന വഴി നമ്മൾ മറന്നു പോകരുത്. നന്ദി, കൃതജ്ഞത, ഗുരുപരമ്പര, അതൊക്കെ ഗുരുത്വം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ക്വാളിറ്റിയാണ്. ഗുരുത്വം ഇല്ലെങ്കിൽ പിന്നെ തീർന്നു. മനസ്സിലായില്ലേ? അന്നേരം ഇത് നമ്മൾ എന്നും ഓർക്കേണ്ട ഒരു കഥയാണ്. നമ്മളൊരിക്കലും ഇത് വെറും ഒരു കഥയല്ല, നമുക്ക് എല്ലാവർക്കും ഒരു പാഠമാണ്. ഇവിടെ ഭഗവാൻ അതാ പറയുന്നത്. ഭഗവാൻ എങ്ങനെയാണോ ഒരു അഗ്നി മരക്കഷ്ണത്തിൻ്റെ ഉള്ളിലുള്ളത്, ഒരു പെട്രോൾ ഡീസലിൻ്റെ ഉള്ളിൽ അഗ്നി എപ്പോഴും ഉണ്ട്, പക്ഷെ അതിനെ കത്തിക്കത്തക്കവണ്ണം ഒരു സ്പാർക്ക് പുറത്തുനിന്ന് വരുമ്പോൾ എന്ത് പറ്റും? ഉള്ളിലുള്ള തീ ആളിക്കത്തും. അതേപോലെ നമ്മുടെ ഉള്ളിലും ഭഗവാൻ ഇരിക്കുന്നുണ്ട്.
ഇത് നമുക്ക് ആ ഭഗവാനുമായിട്ടുള്ള ബന്ധത്തെ കണക്ട് ചെയ്യിപ്പിച്ചത് ഗുരു പരമ്പരയാണ്. ആധികാരികമായിട്ടുള്ള ഗുരുശിഷ്യ പരമ്പരയിലൂടെ ലഭിച്ച ആ ഒരു സ്പാർക്കാണ് നമ്മുടെ ഉള്ളിലുള്ള ഭക്തിയെ ആളി കത്തിക്കുന്നത്. പക്ഷെ ആളി കത്തിക്കൊണ്ടിരിക്കുന്ന വിറക് കഷ്ണത്തിൽ വെള്ളം എടുത്ത് ഒഴിച്ചു കഴിഞ്ഞാൽ അതായിരിക്കും നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ തോന്നിവാസം. നമ്മൾ നമ്മുടെ തന്നെ വഴി അടയ്ക്കുന്നതിന് തുല്യമാണ്. അന്നേരം ഭക്തിക്ക് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ കത്തിക്കൊണ്ടിരിക്കുന്ന ആ തീയിൽ വെള്ളം എടുത്തൊഴിക്കുന്നത് പോലെയാണ്. കാരണം എത്രയോ ജന്മാന്തരങ്ങളായിട്ട് ഈ വിറകിങ്ങനെ നനഞ്ഞ് 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 കുതിർന്നിരിക്കുക. അതിനെ കത്തിച്ചൊന്ന് എടുക്കുക എന്ന് പറഞ്ഞാൽ അത് ഗുരുവിന് വലിയൊരു പണിയാണ്. ഗുരു പരമ്പരയ്ക്ക് പ്രഭുപാദ്ജി, ഗുരു മഹാരാജ് അവരുടെയൊക്കെ കാരുണ്യത്താൽ ആ ഒരു പരമ്പരയുടെ കാരുണ്യത്താലാണ് നമ്മുടെ ഉള്ളിലെത്തി ആളി കത്താൻ തുടങ്ങുന്നത്. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആ തീയെ അണയ്ക്കാതിരിക്കാൻ നോക്കുക. അതെങ്കിലും നമ്മൾ ചെയ്യുക. അത്രയ്ക്ക് ഉപകാരം നമ്മൾ അവരോട് ചെയ്യണം. കാരണം എത്രയോ ജന്മങ്ങൾക്ക് ശേഷമാണ് ഈ തീ ഒന്ന് കത്തി തുടങ്ങിയത്, അല്ലേ? അതുകൊണ്ട് ഓരോ പ്രാവശ്യവും നമ്മൾ നാമം ജപിക്കുമ്പോഴും സത്സംഗം കേൾക്കുമ്പോഴും ഗുരുവിൻ്റെ നിർദ്ദേശങ്ങൾ പാലിക്കുമ്പോഴും നമ്മളെപ്പോഴും ഓർക്കുക ഈ തീ എങ്ങനെയാണ് കത്താൻ തുടങ്ങിയത് എന്ന്. അന്നേരം ആ മൂഷികൻ്റെ കഥയും നമ്മൾ മറന്നു പോകരുത്. നമ്മൾ കുറച്ചൊക്കെ ഭക്തിയിൽ പുരോഗമിച്ച് കഴിയുമ്പോൾ നമുക്ക് തോന്നും, ഇതെല്ലാം എൻ്റെ കഴിവ് കൊണ്ടാണ് ഞാൻ നേടിയെടുത്തതെന്ന്. ആ ഒരു ചിന്ത ഒരിക്കലും വരരുത്. ഇതൊക്കെ മായാദേവിയുടെ കളികളാണെന്ന് മനസ്സിലാക്കുക. ആദ്യം മായാദേവിയുടെ കളി എന്ന് പറഞ്ഞാൽ നമ്മളെ ആസ്വാദനത്തിൽ പെട്ടങ്ങ് കിടത്തുക. അതാണ് മായാദേവിയുടെ ഫസ്റ്റ് ടാർഗറ്റ്. ഇന്ദ്രിയ ആസ്വാദനത്തിൽ മുക്കി കിടത്തുക എന്നാണ്. അതിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ, അതിലൊക്കെ ആ ഇന്ദ്രിയ ആസ്വാദനത്തിൽ താല്പര്യം ഇല്ലാതിരിക്കുമ്പോൾ പിന്നെ ഉടനെ മറ്റുള്ളവരിൽ കുറ്റം കണ്ടുപിടിക്കാൻ ശ്രമിക്കും. അതിൽ നിന്നും എങ്ങനെയെങ്കിലുമൊക്കെ രക്ഷപ്പെട്ട് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളാണ് ഏറ്റവും വലിയ സംഭവം തോന്നും. ഗുരുത്വം ഇല്ലായ്മ, ഗുരു പരമ്പരയുടെ അതൊന്നും ഇല്ലാതെയാകും. അങ്ങനെ എന്താവും? വീണ്ടും ആസ്വാദനത്തിലേക്ക് പോയി വീഴാൻ തുടങ്ങും. അന്നേരം മായാദേവി എങ്ങനെയെങ്കിലും നമ്മളെ ഇവിടെ പിടിച്ചു നിർത്താൻ നോക്കുകയാണ്. നമ്മുടെ ഉള്ളിൽ ഭക്തിയുടെ ആ തീ കത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആ കർമാണി നിർദഹതി കിന്തുജ ഭക്തി ഭാജാം, നമ്മുടെ കർമ്മങ്ങളൊക്കെ ദഹിച്ചുകൊണ്ടിരിക്കുകയാണ് ആ അഗ്നിയിൽ. പക്ഷെ മായാദേവിയുടെ ലക്ഷ്യം എന്താണ്? എങ്ങനെയെങ്കിലും ആ തീ അണയ്ക്കുക എന്നതാണ്. അന്നേരം നമ്മളെ കൊണ്ട് തന്നെ വെള്ളം എടുത്ത് നമ്മുടെ ഉള്ളിലെ തീയിലെ അണയ്ക്കാൻ വേണ്ടി മായാദേവി ഇങ്ങനെ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് അതിനുവേണ്ടി നമ്മളൊന്നും ചെയ്യരുത്. നമ്മുടെ ഉള്ളിലെ തീ ആളി കത്തിക്കാൻ ശ്രമിക്കുക. എത്രത്തോളം ആ തീ ആളി കത്തുന്നോ അത്രത്തോളം വേഗതയിൽ നമ്മുടെ കർമ്മബന്ധനങ്ങളെല്ലാം ഭസ്മമാകും. കർമ്മബന്ധനങ്ങൾ ഭസ്മമായി കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഭക്തിയിൽ പുരോഗമിക്കാൻ പറ്റും. ഭക്തിയിൽ പുരോഗമിക്കുന്നു എന്നതിൻ്റെ ലക്ഷണം എന്താണ്? ശരീരബോധം കുറയും, ശരീരാസ്വാദനത്തിലുള്ള താല്പര്യം കുറയും, ഭഗവാന്റെ സേവനം ചെയ്യാൻ താല്പര്യം വർദ്ധിക്കും. 24 മണിക്കൂറും ഭഗവത് സ്മരണയോടുകൂടി ഇരിക്കുന്ന ആ ഒരു അവസ്ഥയിലേക്ക് എത്തും. 24 മണിക്കൂറും നാമം ജപിക്കാൻ താല്പര്യം വർദ്ധിക്കും. 16 മാലയിൽ ഒതുങ്ങി നിൽക്കത്തില്ല. കൂടുതൽ ഭഗവാന്റെ തിരുനാമം ജപിക്കാൻ ഉള്ളിൽ താല്പര്യം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. നാമം ജപിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഭക്തിയിൽ പുരോഗമിക്കുന്നില്ല. നാമം ജപിക്കാൻ ബുദ്ധിമുട്ടാണ്, 16 മാല ജപിക്കുമ്പോൾ പോലും ശ്രദ്ധയില്ല എങ്കിൽ ഭക്തിയിൽ ഇതുവരെയും പുരോഗമിച്ചിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിന് നമുക്ക് ഗുരു പരമ്പരയുടെ കാരുണ്യം വേണം. എന്നാൽ ഇവിടെ പറയുന്ന ഭഗവാൻ എങ്ങനെയാണോ ഒരു വിറക് കഷ്ണത്തിൻ്റെ ഉള്ളിൽ അഗ്നിയുള്ളത്, പക്ഷെ നമുക്ക് പുറമേ കാണാൻ കഴിയില്ല, അതേപോലെ സർവ്വചരാചരങ്ങളിലും ഞാൻ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അതീന്ദ്രിയമായിട്ടുള്ള ആ ദൃഷ്ടി ലഭിച്ചാൽ മാത്രമേ നിനക്ക് എന്നെ കാണാൻ പറ്റൂ. അങ്ങനെ എല്ലാ ചരാചരങ്ങളിലും നിനക്ക് എന്നെ കാണാൻ പറ്റുമെങ്കിൽ മാത്രമേ നീ യഥാർത്ഥത്തിൽ മായയിൽ നിന്ന് പുറത്തു വരും എന്നാണ് പറഞ്ഞത്. ഇനി 33-ാമത്തെ ശ്ലോകം നമ്മൾ എടുത്തിരുന്നു, അത് നമുക്ക് ചർച്ച ചെയ്യാം. യഥാരഹിതം ആത്മാനം ഭൂതേന്ദ്രിയ ഗുണാശ്രയേ സ്വരൂപേണ മയോപേതം പശ്യാൻ സ്വരാജ്യം രക്ഷതി. അന്നേരം എല്ലാവിധ സൂക്ഷ്മ സ്ഥൂല സങ്കല്പങ്ങളിൽ നിന്നും പുറത്തു വരികയും ഇന്ദ്രിയങ്ങളെല്ലാം ത്രിഗുണങ്ങളുടെ പ്രഭാവത്തിൽ നിന്നും പുറത്തു വരുമ്പോൾ നീ നിന്നെ തിരിച്ചറിയും. നീ യഥാർത്ഥത്തിൽ ആ പരിശുദ്ധ അവബോധത്തിലെത്തി
എൻ്റെ സ്വരാജ്യത്തിലേക്ക് നീ പ്രവേശിക്കും എന്നാണ് ഭഗവാൻ പറയുന്നത്. എന്നിട്ട് എന്താണ് ഭഗവാൻ പറയുന്നത്? നമ്മുടെ ഇന്ദ്രിയങ്ങളും ത്രിഗുണങ്ങളുമായിട്ടുള്ള സമ്പർക്കം നിൽക്കണം. അതായത് കണ്ണുകൊണ്ട് പല കാഴ്ചകളും കാണാൻ ആഗ്രഹിക്കുന്നു. ആ കാഴ്ച വിഷയം നമ്മൾ കണ്ണുകൊണ്ട് പല കാര്യങ്ങളും കാണാൻ ആഗ്രഹിക്കുന്നു. ആ കാണാൻ ആഗ്രഹിക്കുന്ന വസ്തുക്കൾ രജോ ഗുണത്തിൻ്റെയും തമോ ഗുണത്തിൻ്റെയും വസ്തുവായിരിക്കും. കേൾക്കുന്ന ശബ്ദം അത് രജോ ഗുണവും തമോ ഗുണത്തിൻ്റെയും ശബ്ദമായിരിക്കും. രുചിക്കാൻ ആഗ്രഹിക്കുന്ന വസ്തുവകകൾ അതും രജോ ഗുണത്തിൻ്റെയും തമോ ഗുണത്തിൻ്റെയും സമ്പർക്കമായിരിക്കുന്നു. സ്പർശനം പോലും രജോ ഗുണം തമോ ഗുണത്തിൻ്റെ ആയിരിക്കുന്നു. അങ്ങനെ എല്ലാ ഇന്ദ്രിയങ്ങളും ത്രിഗുണങ്ങളിൽ നിന്നും പുറത്തു വരണം, സത്വഗുണത്തിനും അപ്പുറത്ത് വരണമെന്നാണ് പറയുന്നത്. അന്നേരം ഈ ഇന്ദ്രിയങ്ങളെല്ലാം രാജസികവും താമസികവുമായിട്ടുള്ള വിഷയങ്ങളിൽ നിന്ന് മുക്തനായി നമ്മുടെ മനസ്സിൽ എല്ലാവിധ തെറ്റിദ്ധാരണകൾ നമ്മളെക്കുറിച്ചും ഈ ലോകത്തെക്കുറിച്ചും, ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ, എല്ലാവരും അവരവരുടേതായിട്ടുള്ള ലോകത്തിലാണ് ജീവിക്കുന്നത്. അന്നേരം നമ്മുടേതായിട്ടുള്ള ലോകത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങളിൽ നിന്ന് നമ്മൾ പുറത്തു വന്ന് അപ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഭഗവാനെ കാണുന്നത്. ആദ്യം എന്താ മനസ്സിലാക്കേണ്ടത്? ഈ പ്രപഞ്ചത്തിൽ മുഴുവൻ സർവചരാചരങ്ങളിലും ഭഗവാൻ ഇരിക്കുന്നുണ്ട്. എല്ലാം ഭഗവാനെ ആശ്രയിച്ചിട്ടാണ് ഇരിക്കുന്നത്. ഇതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. എന്നാലും നമ്മൾ വിചാരിക്കും ഭഗവാനെ കാണാൻ പറ്റുന്നില്ലല്ലോ. അതുകൊണ്ടാണ് ഭഗവാൻ ഒരു ഉദാഹരണം ബ്രഹ്മദേവന് കൊടുക്കുന്നത്. എന്താണ്? ഒരു വിറകിൻ്റെ ഉള്ളിൽ അഗ്നിയുണ്ട്, പക്ഷെ അഗ്നിയെ നമുക്ക് കാണാൻ പറ്റുമോ? ഇല്ല. പക്ഷെ ഒരു സ്പാർക്ക് വെച്ച് വിറക് കത്തുമ്പോൾ അകത്തുള്ള അഗ്നിയും കൂടെ കത്തുകയാണ്. അന്നേരം ഭഗവാനെ നമുക്ക് അങ്ങനെ മനസ്സിലാക്കാൻ പറ്റും. സർവചരാചരങ്ങളിലും ഭഗവാൻ നിറഞ്ഞു നിൽക്കുന്നുണ്ട് എന്ന് നമ്മൾ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കുക. ഒരു വിറകിൻ്റെ ഉള്ളിൽ അഗ്നിയുണ്ട്. ഒരു പെട്രോൾ ഹൈലി ഇൻഫ്ലമേബിൾ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അന്നേരം അത് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ അടുത്ത് തീ കൊളുത്തി കഴിഞ്ഞാൽ മൊത്തം കത്തും എന്നൊരു ബോധം നമുക്കുണ്ടായിരിക്കണം. അല്ലാതെ അത് കത്തുമെന്ന് കത്തിച്ച് നോക്കിയിട്ടല്ലല്ലോ മനസ്സിലാക്കുന്നത്. അതേപോലെ ഈ പ്രപഞ്ചത്തിൽ ഭഗവാൻ ഉണ്ട് എന്ന് നമ്മൾ എങ്ങനെയാണോ ഒരു പെട്രോൾ ടാങ്കിൽ സ്പാർക്ക് കൊണ്ടുവന്ന് അത് കത്തും, കാരണം അതിൻ്റെ ഉള്ളിലും അഗ്നിയുണ്ട് എന്ന് നമ്മൾ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കുന്നത്, അതേപോലെ സർവചരാചരങ്ങളിലും ഭഗവാൻ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക അറിവിൻ്റെ അടിസ്ഥാനത്തിൽ. അങ്ങനെ ഭഗവാനെ കാണുക, ജ്ഞാനത്തിൻ്റെ കണ്ണ് വെച്ച് കാണുക, അല്ല ഈ കണ്ണ് വെച്ചിട്ടല്ല ഭഗവാനെ കാണുന്നത്. അങ്ങനെ കണ്ടു കഴിയുമ്പോൾ അത് കൂടാതെ ഭഗവാനെ സർവചരാചരങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നതായിട്ടും, അത് കൂടാതെ എല്ലാ ജീവജാലങ്ങളും ഭഗവാനെ ആശ്രയിക്കുന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കുക. ഇത് മനസ്സിലാക്കുമ്പോൾ നമ്മൾ മായയിൽ നിന്ന് മുക്തനാകുന്നു. നമ്മൾ യഥാർത്ഥത്തിൽ ഭഗവാനെ കാണാൻ ശ്രമിക്കുന്നു. പക്ഷേ അത് കൂടാതെ അന്നേരം ഈ കണ്ണു വെച്ച് കാണുന്ന മായയിൽ നിന്ന് നമ്മൾ പുറത്തു വന്നു. ഇപ്പോൾ എല്ലാ വ്യക്തികളും കാണുന്നത് അവരവരുടെ കണ്ണുകൾ വെച്ചിട്ടാണ്. മഞ്ഞ കണ്ണട വെച്ച് നോക്കുമ്പോൾ എല്ലാം മഞ്ഞയായിട്ട് തോന്നും. അന്നേരം നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മൾ എന്താണോ കാണാൻ ആഗ്രഹിക്കുന്നത് അതാണ് നമ്മൾ പുറത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. അന്നേരം ഭഗവാൻ ആദ്യം പറയുന്നത് എങ്ങനെ? പുറത്ത് ഇരിക്കുന്ന മായയിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം? എല്ലാം ഭഗവാന്റേതാണ്, എല്ലാത്തിൻ്റെ ഉള്ളിലും ഭഗവാനുണ്ട്, എല്ലാം ഭഗവാനെ ആശ്രയിച്ചിട്ടാണ് ഇരിക്കുന്നത് എന്ന് മനസ്സിലാക്കി ആ അറിവോട് കൂടി ചുറ്റുമുള്ള കാര്യങ്ങളെ നോക്കുക. അന്നേരം പുറത്തുള്ള മായയിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടും. ഇനി അകത്തുള്ള മായയിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാനാണ്? അതിനാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്, നമ്മുടെ ഇന്ദ്രിയങ്ങൾ ആസ്വാദനം ആഗ്രഹിക്കുന്നു. അന്നേരം രജോ ഗുണത്തിൻ്റെയും തമോ ഗുണത്തിൻ്റെയും സത്വഗുണത്തിൻ്റെയും ആസ്വാദനത്തിനെ കുറിച്ചുള്ള ഒരു വ്യഗ്രത നമ്മുടെ ഇന്ദ്രിയങ്ങൾക്കുണ്ട്. അതിൽ നിന്ന് നമ്മൾ പുറത്തു വരിക, ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക. ആദ്യം പുറത്തുള്ള കാഴ്ചകൾ കണ്ടിട്ട് എന്താ മനസ്സിലാക്കേണ്ടത്? ഭഗവാനാണ് ഇതിൻ്റെ എല്ലാ ആധാരം എന്ന് അറിവിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കുക. ഈ കണ്ണ് വെച്ച് നമുക്ക് കാണാൻ കഴിയില്ല, കാരണം ഈ കണ്ണ് കൊണ്ട് ഭഗവാനെ കാണാൻ കഴിയില്ല. ഈ കണ്ണിന് പരിമിതിയുണ്ട്. അതുകൊണ്ട് അറിവിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കുക. എങ്ങനെയാണോ ഒരു വിറകിൻ്റെ ഉള്ളിൽ അഗ്നിയുള്ളത്, പെട്രോൾ ഡീസൽ അതിൻ്റെ ഉള്ളിൽ അഗ്നിയുള്ളത്, അതേപോലെ സർവചരാചരങ്ങളിലും ഭഗവാൻ നിറഞ്ഞു നിൽക്കുകയാണ്. അത് മനസ്സിലാക്കുക. അതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാത്തിനെയും കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ എന്താവും?
പുറത്തുള്ള മായയിൽ നിന്നും മുക്തനാവും. എല്ലാത്തിലും ഭഗവാനെ കാണാൻ ശ്രമിക്കുക. എല്ലാ വസ്തുവകകളിലും ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട് കാണാൻ ശ്രമിക്കുക. ഇതിനെക്കുറിച്ച് പ്രഭുപാദി വേറൊരു ഉദാഹരണം നൽകുന്നുണ്ട്. ഒരു കണ്ണട കാണുമ്പോൾ കണ്ണട ഉപയോഗിക്കുന്ന വ്യക്തിയെ നമുക്ക് ഓർമ്മ വരും. ഇപ്പോൾ നമ്മുടെ അച്ഛനോ അപ്പൂപ്പനോ കണ്ണട ഉപയോഗിക്കുകയാണെങ്കിൽ അദ്ദേഹം വേറെ എങ്ങോട്ടോ പോകുന്ന സമയത്ത് കണ്ണട അവിടെ വെച്ചിട്ട് പോകുമ്പോൾ ആ കണ്ണട കാണുമ്പോൾ നമുക്ക് അച്ഛനെ അപ്പൂപ്പനെയൊക്കെ ഓർമ്മ വരും. അതേപോലെ ഈ പ്രപഞ്ചം ഭഗവാന്റേതാണ്, ഭഗവാന്റെ സൃഷ്ടിയാണ്, ഭഗവാനാണ് ഇതിനെ നിലനിർത്തുന്നത് എന്ന് മനസ്സിലാക്കി ഭഗവാനെ സ്മരിക്കുക. അപ്പോൾ പുറത്തുള്ള ആസ്വാദനത്തിൽ നമ്മൾ പെട്ടുപോകില്ല. രണ്ടാമത് എന്താ, ഉള്ളിലുള്ള ആസ്വാദനത്തിൽ നിന്ന് എങ്ങനെയാണ് രക്ഷപ്പെടേണ്ടത്? അത് നമ്മുടെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കും. എങ്ങനെ? ഇന്ദ്രിയങ്ങൾ പല പല വിഷയങ്ങൾ ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്നു, പല പല രൂപങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നു, പല ശബ്ദങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നു, സ്പർശനം, രുചി, ഇതൊക്കെ ആഗ്രഹിക്കുന്നു. എന്നാൽ അതെല്ലാം രജോ ഗുണത്തിൻ്റെയും തമോ ഗുണത്തിൻ്റെയും ആസ്വാദന വിഷയങ്ങളിൽ നിന്നും പിന്തിരിപ്പിക്കുക. എന്നിട്ട് മനസ്സിലുള്ള സങ്കല്പങ്ങളിൽ നിന്നും പുറത്തു വരിക. അന്നേരം മനസ്സിൽ നമ്മൾ എത്രയോ ജന്മങ്ങളായിട്ട് ചിന്തിച്ചു കൂട്ടി വെച്ചിരിക്കുന്ന പല കാര്യങ്ങളുണ്ട്, ഈ ലോകത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ, അതിൽ നിന്നൊക്കെ പുറത്തു വരിക. അന്നേരം മനസ്സിന്റെ സങ്കല്പങ്ങൾ, ഇന്ദ്രിയങ്ങളുടെ വിഷയങ്ങളോടുള്ള ആസക്തി, പിന്നെ പുറമേ ഉള്ള നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ആ ലോകം, ഇത് മൂന്നിലുമാണ് മായ ഇരിക്കുന്നത്. നമ്മളിപ്പോൾ പ്രത്യക്ഷത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ലോകം ഇത് ഭഗവാന്റെ ആണെന്ന് മനസ്സിലാക്കുക. എന്നിട്ട് നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് ഇന്ദ്രിയ ആസ്വാദനത്തിനോടുള്ള ഒരു താല്പര്യമുണ്ട്. പക്ഷെ ആ വിഷയങ്ങൾ രജോ ഗുണത്തിൻ്റെയും തമോ ഗുണത്തിൻ്റെയും സമ്പർക്കത്താൽ ഉണ്ടാകുന്ന ആസ്വാദന വിഷയത്തെ തേടി പോകരുത്, ഇന്ദ്രിയങ്ങളെ അതിനുവേണ്ടി ഉപയോഗിക്കരുത്. എന്നിട്ട് ഉള്ളിലിരിക്കുന്ന മനസ്സിൻ്റെതായിട്ടുള്ള സങ്കല്പങ്ങളിൽ നിന്നും പുറത്തു വരിക. അപ്പോഴാണ് നമ്മൾ മായയിൽ നിന്ന് മുക്തനാകാൻ കഴിയുന്നത്. അപ്പോൾ നമ്മൾക്ക് നമ്മളെ തിരിച്ചറിയാൻ പറ്റും. നമ്മൾ പരിശുദ്ധ അവസ്ഥയിലേക്ക് എത്തും. നമ്മൾ അന്നേരം ഗോലോക വൃന്ദാവനത്തിലേക്ക് പ്രവേശിക്കാൻ യോഗ്യത നേടിയെടുക്കും. അന്നേരം ഈ ഒരു അവസ്ഥയിൽ ഇരുന്നു കൊണ്ട് നാമം ജപിക്കും. അല്ലാതെ നമ്മൾ നാമം ജപിക്കുന്ന സമയത്ത് നമ്മുടെ മുറി ഒരു സൈഡിൽ കൂടെ വൃത്തിയാക്കുന്നു, അതേ സമയത്ത് ഒരു കൈ കൊണ്ട് ചൂല് വെച്ച് വൃത്തിയാക്കുന്നു, മറ്റു കൈ കൊണ്ട് അഴുക്കിടുന്നതിന് തുല്യമാണ്. അന്നേരം ഈ പുറമേയുള്ള നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ലോകം, ഇന്ദ്രിയ വിഷയങ്ങൾ, മനസ്സിന്റെ സങ്കല്പങ്ങൾ, ഇതിനൊക്കെ അപ്പുറത്താണ് നമ്മൾ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആത്മീയ അവബോധത്തിൽ ഇരുന്നു കൊണ്ട് നാമം ചെയ്യും. അപ്പോൾ നമുക്ക് ശ്രദ്ധ അങ്ങോട്ടും ഇങ്ങോട്ടും പോകത്തില്ല. അല്ലെങ്കിൽ പിന്നെ ശ്രദ്ധ അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. കാരണം നമ്മൾ പുറം ലോകത്തെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ആ ലോകത്തെയാണ്, അതിനെക്കുറിച്ചാണ് നമ്മൾ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഇന്ദ്രിയ വിഷയങ്ങളെക്കുറിച്ചാണ് നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൻ്റെതായിട്ടുള്ള സങ്കല്പിക ലോകത്താണ് നമ്മൾ ഇരിക്കുന്നത്. ഈ 3 ലെയേഴ്സിനെ മറികടക്കണം. എത്ര പേർക്ക് മനസ്സിലായി? കമൻസിലിടൂ. ഞാൻ ഈ പറഞ്ഞത് എത്ര പേർക്ക് മനസ്സിലായി? അന്നേരം ഇതാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്. ഒരു മാതാജി പറയുന്നു, എത്ര ശ്രമിച്ചാലും മനസ്സ് വഴുതി പോകുന്ന സ്വാമിക്ക്. എങ്കിൽ പിന്നെ മാതാജിനെ ജപിക്കണ്ട, അതല്ലേ നല്ലത്. എന്തിനാ ജപിക്കുന്നത് വെറുതെ, അല്ലേ? കുട്ടിക്കാലത്ത് നമ്മൾ നടക്കാൻ പഠിക്കുന്ന സമയത്ത് പല പ്രാവശ്യം വീണു. നമ്മൾ എന്ത് ചെയ്തു? നടക്കുന്ന വലിയ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് ഇനിയിപ്പം നടക്കാൻ ശ്രമിക്കണ്ട, അല്ലേ? കുട്ടികളൊക്കെ സൈക്കിൾ ചവിട്ടാൻ ശ്രമിക്കുമ്പോൾ പല പ്രാവശ്യം വീഴും. അന്നേരം പിന്നെ വീഴുമ്പോൾ അയ്യോ ഞാൻ വീണു പോകുമെന്ന് പറഞ്ഞിട്ട് ഇനിയിപ്പം സൈക്കിൾ ചവിട്ടാൻ ശ്രമിക്കണ്ട, അല്ലേ? അതല്ലേ നല്ലത്. ഈ ലോകത്ത് എന്താണ് ഈസി ആയിട്ടുള്ള കാര്യം? എല്ലാം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ നമുക്ക് മടിയാണ്. മടി കാരണമാണ് നമ്മൾ മുന്നോട്ട് പോകാത്തത്. ആ മടിയെ ആദ്യം മാറ്റുക. നമ്മൾ കുറച്ച് കഷ്ടപ്പെടാൻ ശ്രമിക്കുക ഭക്തിയിൽ. ഒരു ഭക്തി എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പം കാര്യമെന്നാണ് നമ്മളെല്ലാവരും വിചാരിച്ചിരിക്കുന്നത്. ഭക്തി എന്ന് പറയുന്ന ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. കാരണം എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു റോക്കറ്റ് സ്പേസിലേക്ക് വിടുക എന്ന് പറഞ്ഞാൽ അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമാണോ?
ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അന്നേരം ഇത് നമ്മുടെ ജീവാത്മാവിനെ ഗോലോക വൃന്ദാവനത്തിലേക്ക് എത്തിക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇത് നമ്മുടെ ഈ ഇത്രയും ജന്മങ്ങളിൽ നമ്മൾ ചെയ്യാത്തൊരു കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത്. എത്രയോ ജന്മങ്ങളിൽ ചെയ്യാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് നമ്മുടെ എല്ലാ കഴിവുകളും ഇതിനു വേണ്ടിയാണ് ഉപയോഗിക്കേണ്ടത്, മോക്ഷത്തിന് വേണ്ടിയാണ് ഉപയോഗിക്കേണ്ടത്. പരമോന്നത മോക്ഷപ്രാപ്തിക്ക് വേണ്ടിയുള്ള വഴിയാണ് ഇവിടെ പറഞ്ഞു നൽകുന്നത്. അല്ലാതെ ഈ രാവിലെ 8 മണിക്ക് നിങ്ങൾക്ക് വേറെ ജോലിയില്ല, എനിക്കും വേറെ ജോലിയില്ല, ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇതാണ് ഞാനും മനസ്സിലാക്കേണ്ടത്. അന്നേരം ഈ ചർച്ച കൊണ്ട് എനിക്കും പ്രയോജനം, നിങ്ങൾക്കും പ്രയോജനം. ഈ ചർച്ചയാണ് വേണ്ടത്. അന്നേരം ഇതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കുക. നിങ്ങളിപ്പോൾ ഇരിക്കുന്നത് നിങ്ങളുടേതായിട്ടുള്ള ലോകത്താണ്. അതിൽ നിന്ന് പുറത്തു വരൂ, എങ്കിലേ യഥാർത്ഥ ലോകത്തെ നിങ്ങൾക്ക് കാണാൻ കഴിയൂ. കുട്ടിക്കാലം മുതലേ കണ്ടും കേട്ടും വളർന്ന, അതുകൂടാതെ ഇത്രയോ ജന്മങ്ങളായിട്ട് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത ആ ലോകത്തിൻ്റെ ഉള്ളിലാണ് നിങ്ങളിപ്പോൾ ജീവിക്കുന്നത്. എന്നാൽ ഇന്നലെയും ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞു, നമ്മളെല്ലാവരും നമ്മുടേതായിട്ടുള്ള ലോകത്തിലാണ് ജീവിക്കുന്നത്. ഒരു ബ്രഹ്മാണ്ടത്തിനകത്ത് തന്നെ എത്രത്തോളം ജീവാത്മാക്കളുണ്ടോ അത്രയും ലോകങ്ങളുണ്ട്. ഉറുമ്പിൻ്റെ ലോകത്ത് ജീവിക്കുന്നു, പാമ്പിൻ്റെ ലോകത്തിൽ ജീവിക്കുന്നു, എലിയുടെ ലോകത്തിൽ ജീവിക്കുന്നു. അവരവരുടേതായിട്ടുള്ള സാങ്കല്പിക ലോകത്തിലാണ് എല്ലാവരും ജീവിക്കുന്നത്. അതേപോലെ ഒരു സങ്കല്പം എല്ലാവരുടെ ജീവിതത്തിലുമുണ്ട്. എൻ്റെ ഭാര്യ, എൻ്റെ കുട്ടി, എൻ്റെ കുടുംബം, അങ്ങനെ ഒരു ലോകം എല്ലാവരും സൃഷ്ടിച്ചിരിക്കുകയാണ്. അതിൽ നിന്നും നമ്മൾ പുറത്തു വരണം. അതിൻ്റെ അർത്ഥം കുടുംബത്തെ ഉപേക്ഷിക്കുക, ഉത്തരവാദിത്തത്തിൽ നിന്നും മാറുക എന്നല്ല. അതൊക്കെ ചെയ്യുമ്പോഴും നമ്മൾ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കുക. തീർച്ചയായിട്ടും ഒരു ദിവസം അതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരും. നമ്മൾ എത്ര നമ്മളെ കുടുംബത്തെ സ്നേഹിച്ചാലും മരണം അതിൽ നിന്നെല്ലാം നമ്മളെ അകറ്റിക്കൊണ്ട് പോകും. നമ്മുടെ കുടുംബ ബന്ധങ്ങളും എല്ലാം ഉപേക്ഷിക്കേണ്ടി വരും. അന്നേരം റിട്ടയർമെൻറ്റ് എന്തായാലും എടുക്കണം. പക്ഷെ റിട്ടയർമെൻറ്റ് വരെ കാത്തിരിക്കാതെ വോളണ്ടറി റിട്ടയർമെൻറ്റ് എടുക്കുക. എന്നിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിന് വേണ്ടി സമയം കണ്ടെത്തുക. ഫൈനൽ എക്സാമിനേഷന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ, സ്റ്റഡി ലീവ് എടുക്കുക നമ്മുടെ ജീവിതത്തിൽ നിന്ന്. ആ ഫൈനൽ എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ മരണത്തിൻ്റെ ചോദ്യമാണ്. ആ മരണത്തിൻ്റെ ചോദ്യത്തിന് വേണ്ടി നമ്മളെ പ്രിപ്പയർ ചെയ്യുക എന്നതാണ് നമ്മുടെ ഈ ജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. ഇപ്പോൾ കുട്ടികൾ കളിക്കുന്നു, ചിരിക്കുന്നു, കളിയും ചിരിയും തമാശയായിട്ടൊക്കെ നടക്കുന്നു. പക്ഷെ ആ ഒരു കുട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? കുട്ടിയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ജോലി എന്താണ്? പഠിത്തമാണ്. അതേപോലെ പഠിക്കാതെ ചുമ്മാ കളിച്ചും ചിരിച്ചും തമാശ പറഞ്ഞ് നടന്നിട്ട് കാര്യമുണ്ടോ? ഇല്ല. അതേപോലെ മനുഷ്യ ജീവിതത്തിലെ കളിയാണ് നമ്മുടെ ഈ ജീവിതമൊക്കെ. ഒരു നേരം പോക്കാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഒരു കുട്ടിയുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറഞ്ഞാൽ പരീക്ഷയാണ്. പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറാക്കുക എന്നതാണ്. ഉഴപ്പി നടക്കുന്ന കുട്ടികൾക്ക് ഒരിക്കലും പഠിത്തത്തിൽ താല്പര്യം കാണത്തില്ല. കാരണം നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈനൽ എക്സാമിനേഷന് വേണ്ടിയുള്ളതാണ്. അവസാന ശ്വാസം. ആ അവസാന ശ്വാസമാണ് നമ്മുടെ മുമ്പിലെ ക്വസ്റ്റ്യൻ പേപ്പർ. ഇപ്പോൾ നമ്മൾ ശ്വാസം എടുത്തുകൊണ്ടിരിക്കുന്നു. മനസ്സിലാക്കുക, ഓരോ ശ്വാസം എടുക്കുന്നതിനനുസരിച്ച് നമ്മൾ നമ്മുടെ അവസാന ശ്വാസത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ മനസ്സിലാക്കുക. നമുക്ക് തോന്നും ഒരുപാട് വർഷങ്ങൾ നമ്മൾ ഇനിയും ജീവിച്ചിരിക്കുമെന്ന്. ഒരുപാട് വർഷങ്ങൾ ഉണ്ടെങ്കിൽ പോലും അതും തീർന്നുകൊണ്ടിരിക്കുകയാണ് എന്നൊരു ബോധം നമുക്കുണ്ട്. പരീക്ഷ നാളെയാണെങ്കിലും അടുത്ത മാസമാണെങ്കിലും ഒരു വർഷം കഴിഞ്ഞിട്ടാണെങ്കിലും പരീക്ഷ എന്തായാലും ആ പരീക്ഷയുടെ ദിവസം അടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. കൂടുതൽ ദിവസം ഉണ്ടെങ്കിൽ കൂടുതൽ സമയമുണ്ട് പ്രിപ്പയർ ചെയ്യാൻ. അന്നേരം ഒരു കുട്ടി പരീക്ഷ അടുത്തുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരുപാട് ദിവസമുണ്ട്, ഇന്ന് മുഴുവൻ കളിക്കാം, നാളെയും കളിക്കാം എന്ന് പറഞ്ഞ് അവസാന ദിവസത്തേക്ക് കാത്തിരിക്കുകയാണെങ്കിൽ നമുക്ക് ലക്ഷ്യസ്ഥാനത്തിലേക്ക് എത്താൻ കഴിയില്ല. ആരാണോ സിസ്റ്റമാറ്റിക്കായിട്ടും സ്ട്രിക്റ്റ് ആയിട്ടും സീരിയസ് ആയിട്ടും പഠിക്കുന്നത് ആ കുട്ടിക്ക് മാത്രമേ പരീക്ഷയിൽ നല്ല മാർക്ക് നേടിയെടുക്കാൻ പറ്റൂ. നന്നായി മാർക്ക് ലഭിച്ചെങ്കിൽ മാത്രമേ അടുത്ത ക്ലാസ്സിലേക്ക് ഉയരാൻ കഴിയൂ. അതേപോലെ നമ്മൾ നന്നായി പ്രിപ്പയർ ചെയ്തില്ല എങ്കിൽ വീണ്ടും
ഇവിടെ തന്നെ ജനിക്കേണ്ടി വരും. നമുക്ക് ചിലപ്പോൾ അതൊക്കെ ഓർമ്മ കാണത്തില്ല, പക്ഷെ ആത്മാവിനെല്ലാം ഓർമ്മയുണ്ട്. ആത്മാവിനെ വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഭഗവാൻ പഴയ കാര്യങ്ങളൊന്നും ഓർമ്മിപ്പിക്കാത്തത്. കാരണം ആത്മാവിന് അതിലൊന്നും കേട്ട് കഴിഞ്ഞാൽ ആത്മാവ് തകർന്നു പോകും. അതുകൊണ്ട് നമ്മളോട് ചെയ്യുന്ന ഏറ്റവും വലിയ കാരുണ്യമാണ് കഴിഞ്ഞ ജന്മങ്ങളെക്കുറിച്ച് നമുക്ക് ഓർമ്മയില്ലാത്തത്. ഓർമ്മയുണ്ടെങ്കിലും ഇല്ലെങ്കിലും ആത്മാവ് അതിലൂടെയൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കും. അതുകൊണ്ട് നിങ്ങളോട് തന്നെ ഏറ്റവും വലിയ കാരുണ്യം കാണിക്കുക. ഞാൻ എന്നോട് കാരുണ്യം കാണിക്കുക, നിങ്ങൾ നിങ്ങളോട് കാരുണ്യം കാണിക്കുക. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആത്മഹത്യ എന്ന് പറഞ്ഞാൽ സ്വന്തം ആത്മാവിനെ കൊല്ലുന്നു എന്നാണ്. അതാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആത്മീയ കാര്യത്തിൽ സീരിയസ് അല്ല എങ്കിൽ, അലസതയും ഉഴപ്പും കാണിക്കുകയാണെങ്കിൽ അത് നമ്മളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ഭക്ഷണം കഴിക്കാതിരിക്കുകയും ഉറങ്ങാതിരിക്കുകയാണെങ്കിൽ അത് നിങ്ങളെ തന്നെ ദ്രോഹിക്കുന്നതിന് തുല്യമാണ്. ഒരു കുട്ടി പഠിക്കാതിരിക്കുകയാണെങ്കിൽ ആ കുട്ടി അവരോട് തന്നെ ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമാണ്. അതേപോലെ ആത്മീയ കാര്യത്തിൽ നമ്മൾ താല്പര്യം കാണിക്കുന്നില്ല, ഉഴപ്പ് കാണിക്കുകയാണെങ്കിൽ, അലസതയോടുകൂടി ഇരിക്കുകയാണെങ്കിൽ അത് നമ്മളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമാണ് എന്ന് നമ്മൾ തന്നെ മനസ്സിലാക്കണം. ഇതെപ്പോൾ നമുക്ക് മനസ്സിലായി, പിന്നെ ആത്മീയ കാര്യത്തിൽ എതിർപ്പുകൾ നമുക്കൊന്നും തോന്നില്ല. ആരെന്ത് പറഞ്ഞാലും നമുക്കത് തോന്നില്ല. കാരണം ഇത് നമുക്ക് വേണ്ടിയുള്ളതാണ്. അപ്പോൾ പഠിക്കേണ്ട കുട്ടി എത്ര എതിർപ്പുകളുണ്ടെങ്കിലും പഠിക്കും. അത്ര നല്ല സ്കൂളല്ലെങ്കിലും നല്ല ടീച്ചർ അല്ലെങ്കിലും പഠിക്കാൻ താല്പര്യമുള്ള കുട്ടി എവിടെ വെച്ചാലും പഠിക്കും. പക്ഷെ പഠിക്കാൻ താല്പര്യമില്ലാത്ത കുട്ടിയോ ഇത് ശരിയല്ല, അത് ശരിയല്ല, ഇത് കാരണമാണ് ഞാൻ പഠിക്കാത്തത്, ഇതുകൊണ്ടാണ് ഞാൻ ജപിക്കാത്തത്, ഇതുകൊണ്ടാണ് ഞാൻ ആശ്രമത്തിൽ സേവനം ചെയ്യാത്തത്, ഇതുകൊണ്ടാണ് ഞാൻ ഭക്തി സത്സംഗം കേൾക്കുക, ഇതുകൊണ്ടാണ് അത് ചെയ്യാത്തത്, അതുകൊണ്ടാണ് ഇത് ചെയ്യാത്തത്, അല്ല എനിക്ക് നല്ല താല്പര്യമുണ്ട് പക്ഷെ ഇത് ചെയ്യാൻ പറ്റത്തില്ല, അങ്ങനെ ഓരോ കാരണങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. അന്നേരം നമ്മൾ അതൊക്കെ മനസ്സിലാക്കുക. ഇവിടെ ഭഗവാൻ അതാണ് പറയുന്നത്. നമ്മൾ നമ്മുടേതായിട്ടുള്ള ആ ഒരു പുറം ലോകത്ത്, നമ്മൾ ഈ കാണുന്ന ലോകത്തെ ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട് കാണാൻ ശ്രമിക്കുക. എന്നിട്ട് നമ്മുടെ ആ ഇന്ദ്രിയ വിഷയങ്ങളിൽ നിന്നും നമുക്ക് രക്ഷപ്പെടുത്തുക. അതുകൂടാതെ നമ്മുടെ മനസ്സിൻ്റെതായിട്ടുള്ള സാങ്കല്പിക ലോകത്തിൽ നിന്നും ഓക്കെ, അപ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ പരിശുദ്ധ അവബോധത്തിൽ ഇരിക്കുന്നത് എന്ന് ഭഗവാൻ പറയുന്നു. ആരോട് പറയുന്നു? സാക്ഷാൽ ഭഗവാൻ ബ്രഹ്മദേവനോട് പറയുകയാണ്, സൃഷ്ടികർത്താവായ ബ്രഹ്മദേവനോട്. അതുകൊണ്ട് നമ്മൾ വളരെ സീരിയസ് ആയിട്ട് എടുക്കണം. അല്ലെങ്കിൽ ഉഴപ്പി നടക്കുന്ന കുട്ടികളെ പോലെ നമ്മൾ ഉഴപ്പി അവസാനം കുട്ടികൾ കണ്ടില്ല, ഈ കളിയും ചിരിയും തമാശയായിട്ടൊക്കെ ഇങ്ങനെ ഇരിക്കും, പഠിക്കാൻ താല്പര്യമില്ല. അവസാനം ആരുടെ ജീവിതമാണ് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? അവരവരുടെ ജീവിതം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നന്നായി പഠിച്ചു കഴിഞ്ഞാൽ നല്ല ഉയർന്ന സ്ഥാനത്തേക്ക് എത്താം. അതേപോലെ ആധ്യാത്മിക കാര്യങ്ങളിൽ താല്പര്യമില്ലെങ്കിൽ നമ്മൾ നമ്മുടെ തന്നെ ജീവിതം കൊളവാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോഴത്തെ ഈ ലോകം തന്നെയാണ് എല്ലാം, എൻ്റെ കുടുംബജീവിതമാണ് എല്ലാം എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ എല്ലാം ഒരു ദിവസം ഉപേക്ഷിക്കേണ്ടി വരും. മരണസമയത്ത് ഇതൊന്നും നമ്മളെ സഹായിക്കത്തില്ല. നമ്മൾ നമ്മുടെ കുടുംബം നന്നായി നോക്കി, നമ്മൾ നന്നായി ഇത് ചെയ്തു അത് ചെയ്തൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അടുത്ത ജന്മത്തിൽ ഈ കുടുംബമല്ല, വീണ്ടും പുതിയൊരു ജന്മം. അതുകൊണ്ട് നമ്മൾ സീരിയസ് ആയിരിക്കണം. ഇനി 34-ാമത്തെ ശ്ലോകം. നാനാകർമ്മവിധാനേന പ്രജാ ബഹ്വീ ശുശ്രൂഷതാ നാത്മാവസീദതി അസ്മിൻ സ്തേ വർഷീയന്മദനുഗ്രഹ. അന്നേരം ഇവിടെ ഭഗവാൻ പറയുന്നു, സൃഷ്ടി മുന്നോട്ട് കൊണ്ടുപോകാൻ, സേവനങ്ങൾ എനിക്കായിട്ട് സൃഷ്ടികർമ്മങ്ങൾ ചെയ്യാൻ നീ ആ ഒരു ഇച്ഛ പ്രകടിപ്പിച്ചു. അതിനെക്കുറിച്ച് ഓർത്ത് നീ വിഷമിക്കേണ്ട. എൻ്റെ കാരുണ്യം നിനക്ക് എപ്പോഴും ഉണ്ട്. സൃഷ്ടികർമ്മം ചെയ്യാനുള്ള എല്ലാ അനുഗ്രഹവും നിനക്ക് ഞാൻ നൽകുന്നുണ്ട്. ഋഷിമാദ്യം നബദ്നദി പാപ്യാം സ്തം രജോ ഗുണ
യത്മനോ മൈ നിർബദ്ധം പ്രജാ സംസൃജോപിതേ. പറഞ്ഞു, നീയാണ് ആദ്യ ഋഷി. നിന്റെ മനസ്സ് എപ്പോഴും എന്നിൽ തന്നെ ആയതുകൊണ്ട് നീ പലതരത്തിലുള്ള സൃഷ്ടികർമ്മങ്ങളിൽ ഏർപ്പെടുമ്പോഴും രജോ ഗുണം നിന്നെ ഒരിക്കലും ബാധിക്കത്തില്ല എന്ന് പറഞ്ഞു. ജ്ഞാതോഹം ഭവതാ ത്വദ്യ ദുർവിജ്ഞേയോപി ദേഹിനാം യത്മാം ത്വം മന്യസേ യുക്തം ഭൂതേന്ദ്രിയ ഗുണാത്മഭീ. ഇവിടെ ഭഗവാൻ പറയുന്നു, ബദ്ധാത്മാക്കൾക്ക് എന്നെ തിരിച്ചറിയുക എന്നത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. പക്ഷേ നീ എന്നെ ഇന്ന് മനസ്സിലാക്കി. എന്തുകൊണ്ട്? ഭഗവാന്റെ കാരുണ്യത്താൽ. നിനക്ക് മനസ്സിലായി ഞാനൊരു ഭൗതിക വസ്തു അല്ല, പഞ്ചഭൂതത്താൽ നിർമ്മിതമല്ല എൻ്റെ ശരീരം എന്ന് നീ മനസ്സിലാക്കി എന്ന് ഭഗവാൻ ഇവിടെ പറയുന്നു. നോക്കണേ, ജ്ഞാതോഹം ഭവതാ തു അദ്യ. നിനക്കെന്നെ മനസ്സിലാക്കാൻ. ദുർവിജ്ഞയോ അഭിദേഹിനാം. ബദ്ധാത്മാക്കൾക്ക്, ശരീരമെടുത്ത ജീവാത്മാക്കൾക്ക് എന്നെ മനസ്സിലാക്കാൻ കഴിയില്ല, പക്ഷെ നിനക്കെന്നെ മനസ്സിലായി. യത്മാം ത്വം മന്യസേ അയുക്തം. നിനക്ക് മനസ്സിലായി ഞാൻ ഭൂതേന്ദ്രിയ ഗുണാത്മകി, പഞ്ചഭൂത നിർമ്മിതമല്ല എൻ്റെ ശരീരം, ആധ്യാത്മിക ശരീരമാണെന്ന് നിനക്ക് മനസ്സിലായി. തുഭ്യം മദ്വിചിക്ഷിതസ്യാം തുഭ്യം മദ്വിക്ഷതസ്യാം ആത്മമേ ദർശിതോ ബഹി നളേന സലിലേ മൂലം പുഷ്കരസ്യ വിചിന്മത. നീ എൻ്റെ ഈ താമരയുടെ ഉദ്ഭവം അന്വേഷിച്ച് നീ പോയപ്പോൾ, താമര തണ്ടിൻ്റെ ഉള്ളിലൂടെയൊക്കെ പോകുന്ന സമയത്ത് നിനക്കെന്നെ കാണാൻ കഴിഞ്ഞില്ല. ആ സമയത്ത് ഞാൻ നിൻ്റെ ഉള്ളിലായിരുന്നു ഇരിക്കുന്നത്. കാരണം എന്നെ കാണാനുള്ള യോഗ്യത നീ നേടിയെടുത്തില്ലായിരുന്നു. യക്ഷകാർത്താംഗ മസ്തോത്രം മത്കഥാ അഭ്യുദ്യാൻകിതം യദ്വാ തപസീതേ നിഷ്ഠ സയേഷ മദനുഗ്രഹ. ബ്രഹ്മദേവ, ഭഗവാൻ പറയുകയാണ്, നീ എനിക്ക് വേണ്ടി സ്തുതിച്ച സ്തുതികളും നീ ചെയ്ത തപസ്സുകളും എന്നിലുള്ള വിശ്വാസവും, ഇത് മൂന്നും എൻ്റെ കാരുണ്യമാണ്. ഒന്നാലോചിച്ച് നോക്കാം. നമുക്ക് ഭഗവാന്റെ നാമം ജപിക്കാൻ പറ്റണമെങ്കിൽ, ഭഗവാന് വേണ്ടി സേവനങ്ങൾ ചെയ്യാൻ പറ്റണമെങ്കിൽ, ഭഗവാനിൽ ഉറച്ച വിശ്വാസം വേണമെങ്കിൽ എല്ലാത്തിനും ഭഗവാന്റെ കാരുണ്യം. അതുകൊണ്ട് നമ്മൾ ആദ്യം പ്രാർത്ഥിക്കേണ്ടത് ഭഗവാന്റെ കാരുണ്യത്തിന് വേണ്ടി. ഭഗവാനെ നാമം ജപിക്കാനുള്ള മനസ്സ് നൽകണമേ, നാമം ജപിക്കാൻ താല്പര്യം നൽകണമേ, ഈ മായയിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തണമേ, അങ്ങയുടെ അടുത്തേക്ക് എത്താനുള്ള വഴി പറഞ്ഞു നൽകണമേ. ഇങ്ങനെ ഭഗവാനോട് എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. രാവിലെ എഴുന്നേറ്റാലും കിടക്കുന്നതിന് മുമ്പ് ഇടയ്ക്കും എപ്പോഴും നമ്മൾ ആ ഒരു പ്രാർത്ഥനയോട് കൂടി വേണം നാമം ജപിക്കാൻ. ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുമ്പോൾ പ്രാർത്ഥന അതായിരിക്കണം, ഭഗവാനെ ഈ മായയിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തൂ. അങ്ങനെ തുടർച്ചയായിട്ട് പ്രാർത്ഥിക്കുന്നവർക്ക് ഭഗവാന്റെ കാരുണ്യം ലഭിക്കും. ഭഗവാന്റെ കാരുണ്യത്താൽ മായാലോകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. ഇപ്പം നമുക്കിത് മായയാണെന്ന് മനസ്സിലാവുന്നത് തന്നെ ഭഗവാന്റെ കാരുണ്യമാണ്. ഇനി നമുക്ക് ഭഗവാന്റെ കാരുണ്യം ഇനിയും വേണം. എന്തിനു വേണ്ടി? ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ. എത്രയോ പേരോട് നമ്മൾ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊക്കെ മനസ്സിലാവും? ഇല്ല, ഒരിക്കലും മനസ്സിലാവത്തില്ല. അവർ വിചാരിക്കും നമുക്കെല്ലാം വട്ടാണെന്നില്ല. അന്നേരം ഇത്രയെങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഗുരുവായൂരപ്പൻ്റെ കാരുണ്യത്താലാണ്. ഇനി ഇവിടുന്ന് രക്ഷപ്പെടുക എന്നതാണ് ഏറ്റവും വലിയ കാര്യം. ഉദാഹരണത്തിന്, ഒരു വ്യക്തിയെ ഒരാൾ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോയെന്നിരിക്കട്ടെ. കിഡ്നാപ്പ് ചെയ്തിട്ട് ഏതോ ഒരു മരുന്ന് കൊടുത്തതിന് ശേഷം ആ വ്യക്തിയുടെ ഓർമ്മകളൊക്കെ നഷ്ടപ്പെട്ടു. എന്നിട്ട് നഷ്ടപ്പെട്ടതിന് ശേഷം ആ വ്യക്തിക്ക് ബോധം വന്നപ്പോൾ ആ കിഡ്നാപ്പ് ചെയ്ത ആൾ പറയുക, നീ എൻ്റെ കൂട്ടുകാരനാണ്, നീ എൻ്റെ ബന്ധുവാണ്, നമ്മളെല്ലാവരും ഒന്നിച്ച് ഇവിടെ താമസിക്കേണ്ടവരാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ അവരുടെ കൂട്ടത്തിൽ താമസിക്കുക. അതേപോലെയാണ് നമ്മുടെ ജീവിതം. ഇപ്പോൾ നമ്മുടെ ഓർമ്മ നഷ്ടപ്പെട്ടു.
എന്നിട്ട് നമ്മളെ അറിയാവുന്ന ഒരു വ്യക്തി വന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുക, നീ ഇതല്ല, നിനക്ക് വേറൊരു ജീവിതമുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അത് പെട്ടെന്ന് അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. കാരണം അവരുടെ ബോധം നഷ്ടപ്പെട്ടിരിക്കും. ആ അവസ്ഥയിലാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത്. പക്ഷേ ഭഗവാന്റെ കാരണത്താൽ നമുക്ക് ബോധം കുറച്ച് വന്നു തുടങ്ങി. ശരിയാണ്, ഈ ലോകം താൽക്കാലികമാണ്, ഇതിനപ്പുറത്തായിട്ട് എന്തോ ഒരു ലോകമുണ്ട്, എനിക്കായിട്ട് കാത്തിരിക്കുന്നു എന്നൊരു ചെറിയ ഒരു ബോധം നമുക്ക് എവിടുന്നോ വന്നിട്ടുണ്ട്. ഒരു തലയ്ക്കൊരു ഓളം വന്നു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇനി എങ്ങനെ തിരിച്ചെത്തണം, ഈ ജയിലിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടണം? ഈ ശരീരമാകുന്ന ജയില്, മനസ്സാകുന്ന ജയില്, ഈ ലോകമാകുന്ന ജയിൽ, ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടണം? ഇനി നമ്മുടേതായിട്ടുള്ള ആഗ്രഹങ്ങൾ ഇതെല്ലാം നമ്മളെ ഇങ്ങനെ കെട്ടിവെച്ചിരിക്കുകയാണ്. അത് ഈ കെട്ടുബന്ധനങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടുമെന്ന് പറഞ്ഞാൽ ഈസി അല്ല. ഇതാണ് അടുത്ത ഏറ്റവും വലിയ ജോലി. പ്രീതോഹം അസ്തു ഭദ്രം തേ ലോകാനാം വിജയേച്ഛയാ യദസ്തൗ ശ്രീർഗുണമയം നിർഗുണം അനുവർണയൻ. ഇവിടെ പറയുന്നു, ഇനി ഞാൻ ഇപ്പം പറഞ്ഞില്ലേ, ഭഗവാന്റെ നാമം ജപിക്കാൻ, ഭഗവാനെ കുറിച്ച് അറിയാൻ, ഭഗവാന്റെ സേവനം ചെയ്യാൻ, എല്ലാത്തിനും ഭഗവാന്റെ കാരുണ്യം വേണം. അതിനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നു. എന്നിട്ടൊന്ന് ആലോചിച്ച് നോക്കൂ, എത്രയോ ജന്മങ്ങളായിട്ടും ഈ ജന്മത്തിലും ഭക്തിയിൽ വരുന്നതിന് മുമ്പേ നമ്മൾ എന്തൊക്കെയോ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഭഗവാൻ ഇത് തരണേ, അത് തരണേ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്, നാമം ജപിക്കുകയും ഭഗവാന്റെ സേവനം ചെയ്യുക. ഇതാണ് ഏറ്റവും വലിയ കാരണം. അതിനാണ് നമ്മൾ കൂടുതൽ പ്രാർത്ഥിക്കുന്നത്, ഭക്തിയിൽ പുരോഗമിക്കാൻ വേണ്ടി. ഇവിടെ പറയുന്നു, ഭഗവാൻ പറയുന്നു, നിന്റെ സ്തുതിയിൽ ഞാൻ ഒരുപാട് സംപ്രീതനാണ്. നീ എൻ്റെ അതീന്ദ്രിയ ഗുണങ്ങളെക്കുറിച്ചൊക്കെ നീ സ്തുതിച്ചു. ഭൗതിക അവബോധത്തിലിരിക്കുന്ന വ്യക്തികൾക്ക് ഇതൊന്നും മനസ്സിലാക്കാൻ കഴിയില്ല. അതുകൂടാതെ ബ്രഹ്മദേവന്റെ ഉള്ളിൽ ഒരാഗ്രഹം ഉണ്ടായിരുന്നു, എല്ലാ ജീവാത്മാക്കളും ഭഗവാനെ കുറിച്ച് അറിയണം. അന്നേരം ഇവിടെ ഭഗവാൻ പറയുന്നു, അതും ആ ഒരു ആഗ്രഹത്തെ ഞാൻ പൂർത്തീകരിച്ചു തരാം എന്ന് പറയുന്നു. പ്രീതോഹം അസ്തു ഭദ്രം തേ ലോകാനാം വിജയേച്ഛയാ യത് അസ്തൗ ഷേദ്ഗുണമയം നിർഗുണം അനുവർണയം. അന്നേരം ഭഗവാന്റെ അതീന്ദ്രിയ ഗുണങ്ങളെ പതിനാല് ലോകങ്ങളിലുള്ള എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാനുള്ള ആ ഒരു അനുഗ്രഹം കൂടെ ഭഗവാൻ കൊടുക്കും. ഏതേന പുമാൻ നിത്യം സ്തുത്വാ സ്തോത്രേണ മാം ഭജേത് തസ്യാസു സംപ്രസിദ്ധ്യേൻ സർവകർമാവരേശ്വര. ഇവിടെ ഭഗവാൻ പറയുന്നു ബ്രഹ്മദേവനോട്, ബ്രഹ്മദേവ, നീ ഇപ്പോൾ എന്നെ സ്തുതിച്ച ആ സ്തുതികൾ, ആരാണോ നിത്യവും സ്തുതിക്കുന്നത്, ഈ സ്തുതികളിലൂടെ എന്നെ ആരാധിക്കുന്നത്, അവർക്ക് എല്ലാവിധ അനുഗ്രഹവും ലഭിക്കും, അവരുടെ എല്ലാ ആഗ്രഹങ്ങളും പൂർത്തീകരിക്കപ്പെടും എന്ന് ഭഗവാൻ പറയുന്നു. പൂർത്തേന തപസാ യജ്ഞേർദാനേർയോഗ സമാധിന രാധം നിശ്രേയസം പുംസാം മത്പ്രീതിസ്തത്വവിന്മതം. ഇവിടെ ഭഗവാൻ പറയുന്നു, പൂർത്തേന പുണ്യപ്രവർത്തികൾ കൊണ്ട്, തപശ്ചര്യകൾ കൊണ്ട്, യജ്ഞങ്ങൾ കൊണ്ട്, ദാനം കൊണ്ട്, യോഗ സമാധിന യോഗ അനുഷ്ഠാനങ്ങളൊക്കെ ചെയ്ത് സമാധിയിലിരിക്കുന്നത് കൊണ്ടും, രാധം അതിലെ വിജയം, നിശ്രേയസം യഥാർത്ഥത്തിൽ പുംസാം മത് പ്രീതിസ്തത്വിന്മതം തത്വവിന്മതം. അന്നേരം ഭഗവാൻ ഇവിടെ പറയുകയാണ്, അറിവുള്ള തത്വജ്ഞാനികൾ പറയുന്നു, നമ്മൾ ചെയ്യുന്ന പുണ്യപ്രവൃത്തികൾ, തപശ്ചര്യകൾ, യജ്ഞം, ദാനധർമ്മങ്ങൾ, യോഗ പരിശീലനം,
സമാധിയിലിരിക്കുക. ഇതിലൂടെയൊക്കെ ഉദ്ദേശം എന്താണ്? ഭഗവാനെ സന്തോഷിപ്പിക്കുക, മത് പ്രീതി, ഭഗവാനെ പ്രീതിപ്പെടുത്തുക എന്നതാണ്. അതാണ് പൊതുവെ എല്ലാ കർമ്മങ്ങളുടെയും ലക്ഷ്യം. അതല്ലെങ്കിൽ പിന്നെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അഹം ആത്മാനാം ധാത പ്രേഷ്ട സൻ പ്രേയസാമപി അതോ മയി രതിം കുര്യാ ദേഹദീർഘ്യകൃതേ പ്രിയ. ഭഗവാൻ ഇവിടെ പറയുന്നു, ഞാനാണ് എല്ലാ ജീവജാലങ്ങളുടെയും പരമാത്മാവ്, ഞാനാണ് എല്ലാവരുടെയും നിയന്താവ്, എല്ലാവർക്കും പ്രിയപ്പെട്ടവനും ഞാൻ തന്നെയാണ്. പക്ഷെ ഇതറിയാതെ ജനങ്ങൾ ഏതൊക്കെയോ വ്യക്തികളെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ യഥാർത്ഥത്തിൽ അവർ എന്നെ മാത്രം സ്നേഹിക്കേണ്ടവരാണ്, എന്നിൽ മാത്രം ആസക്തരായി ഇരിക്കേണ്ടവരാണ്. അഹം ആത്മാനാം ധാത പ്രേഷ്ട സൻ പ്രേയസാം അപി അതോ മയി രതിം കുര്യാ ദേഹാദിർയകൃതേ പ്രിയ. ഭഗവാൻ പറയുന്നു, ഞാൻ എല്ലാ ജീവജാലങ്ങളുടെയും പരമാത്മാവാണ്, ഞാനാണ് എല്ലാവർക്കും പ്രിയപ്പെട്ടവൻ. യഥാർത്ഥത്തിൽ എല്ലാവർക്കും എന്നെ ഇഷ്ടമാണ്. പക്ഷെ ഇതറിയാതെ ബദ്ധാത്മാക്കൾ ഏതോ ശരീരത്തെ സ്നേഹിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു. അവരുടെ ശരീരവുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് ശരീരങ്ങളെയും കെട്ടിപ്പിടിച്ചിങ്ങനെ കിടക്കുകയാണെന്ന് പറയും. പക്ഷെ യഥാർത്ഥത്തിൽ അവർക്ക് എന്നോട് മാത്രമാണ് ആസക്തി തോന്നേണ്ടത് എന്നാണ് ഭഗവാൻ പറയുന്നത്. എത്ര സ്ട്രോങ് സ്റ്റേറ്റ്മെന്റ് ആണല്ലേ. ഹരേ കൃഷ്ണ. ഈ പ്രപഞ്ചത്തിലെ എല്ലാവർക്കും ഏറ്റവും പ്രിയപ്പെട്ട ആള് ഭഗവാനാണ്. എല്ലാവരുടെയും സുഹൃത്താണ്, എല്ലാവരുടെയും പരമാത്മാവും കൂടാണ് ഭഗവാൻ. അത് യഥാർത്ഥത്തിൽ എല്ലാവർക്കും ഏറ്റവും പരമോന്നതമായിട്ടുള്ള ബന്ധം, ആത്മീയ ബന്ധമുള്ളത് അദ്ദേഹത്തിനോടാണ്. പക്ഷെ ഇത് മനസ്സിലാക്കാതെ ബദ്ധാത്മാക്കൾ മറ്റ് ശരീരങ്ങളെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നു. അവരുടെ ശരീരവുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് ശരീരങ്ങളെയും ആശ്രയിച്ച് ആസക്തരായിട്ടിരിക്കുന്നു. ഹരേ കൃഷ്ണ. പക്ഷെ യഥാർത്ഥത്തിൽ അവർ മൈ രതിയും, എന്നോട് മാത്രമാണ് ആസക്തനായിട്ടിരിക്കേണ്ടത് എന്ന് പറയുന്നു. സർവവേദമയേനേദം ആത്മാനാത്മയോനിനാ പ്രജാ സൃജാ യഥാ പൂർവം യശ്ച മയി അനുഷേരത്തെ. ഇവിടെ അടുത്ത ഭഗവാൻ പറയുന്നു, എൻ്റെ നിർദ്ദേശങ്ങളെ പാലിച്ചുകൊണ്ട് നിനക്ക് വീണ്ടും സൃഷ്ടി ആരംഭിക്കാം. ആ വേദങ്ങളുടെ എല്ലാ അറിവ് നിന്റെ ഉള്ളിലുണ്ട്. ഞാൻ നൽകിയ ശരീരവും നിനക്കുണ്ട്. സർവ കാരണങ്ങളുടെയും കാരണമായ എന്നിൽ നിന്ന് വന്ന ശരീരവും നിനക്ക് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്താ പറഞ്ഞത്? സൃഷ്ടി ചെയ്യാനുള്ള എല്ലാ ശക്തിയും ഞാൻ നിനക്ക് നൽകിയ ശരീരത്തിലൂടെ നിനക്ക് ലഭിക്കും. അതിനുള്ള അറിവും ഞാൻ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ നിർദ്ദേശപ്രകാരം സൃഷ്ടികർമ്മങ്ങൾ ആരംഭിച്ചോളൂ എന്ന് പറഞ്ഞു. ഈ 44-ാമത്തെ ശ്ലോകം. മൈത്രേയ ഉവാച തസ്മൈവം ജഗത്സൃഷ്ടേ പ്രധാനപുരുഷേശ്വര വ്യജേദം സ്വേന രൂപേണ കഞ്ചനാപസ്ഥിരോഗതേ. മൈത്രേയ് പറഞ്ഞു, അങ്ങനെ ബ്രഹ്മദേവന്റെ നിർദ്ദേശങ്ങളെല്ലാം കൊടുത്തതിന് ശേഷം സൃഷ്ടികർത്താവായിട്ടുള്ള ബ്രഹ്മദേവൻ സൃഷ്ടി ആരംഭിച്ചു. ഇനി സർവകാരണകാരകനായിട്ടുള്ള ഭഗവാൻ നാരായണൻ ഇവിടുന്ന് അപ്രത്യക്ഷമായി. അങ്ങനെ 9-ാമത്തെ അധ്യായം അവസാനിച്ചിരിക്കുകയാണ്. ഇനി 10-ാമത്തെ അധ്യായം സൃഷ്ടിയെക്കുറിച്ചുള്ള ചില ചോദ്യങ്ങൾ വിദുരർ ചോദിക്കുകയാണ് മൈത്രേയ ഋഷിക്ക്. അതിൻ്റെ ഉത്തരമാണ് ഈ 10-ാമത്തെ അധ്യായത്തിൽ നൽകുന്നത്. ഓക്കെ, അപ്പോൾ നാളെ നമുക്ക് ആ 10-ാമത്തെ അധ്യായം എടുക്കാം. ഉച്ചയ്ക്ക് 2 മണിക്ക് ഗർഗഭാഗവതം നമുക്ക് എടുക്കണം കേട്ടോ. അതുകൊണ്ട് എല്ലാ ഭക്തജനങ്ങൾക്കും ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ.